ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേസ്ലെറ്റിൻ്റെ കോംബോ ആണ് ഉണ്ടാക്കുന്നത്. മൂന്നെണ്ണം കൂടിയിട്ടുള്ളൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് പെരുന്നാൾക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തിരുന്നത് ഗോൾഡ് മുത്താണ് കേട്ടോ. ഗോൾഡൻ കളർ ബീഡ്സ് കോത്തതിന് ശേഷം എൻ്റെ അടുത്ത് ഹാർട്ട് ഷേപ്പ് ഒരു വൈറ്റ് കളർ ബീഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോളുടെ ഡ്രസ്സിൻ്റെ കളറ് യെല്ലോവും വൈറ്റുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള കോംബോ ചെയ്തതാണ്. അപ്പോൾ യെല്ലോൻ്റെ ബ്രേസ്ലെറ്റ് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റിൻ്റെതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കോത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം കോത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കോത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ മോള് ചെറിയ കൈയായതുകൊണ്ട് കുറച്ച് ബീഡ്സ് വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് വെറും സിമ്പിളായിട്ട് ഇങ്ങനെ കോത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത് 2 ബീഡ്സ് ഇട്ടതിന് ശേഷം പിന്നെ എന്താക്കാണ് വൈറ്റ് കളറ് ഒന്നിട്ട് കൊടുത്ത് പിന്നെ അതെന്താക്കാണ് നടുവിലൊരു ഗോൾഡൻ കളറിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പുറത്ത് ഒരു മുത്തിട്ട് കൊടുത്തതാണ് കേട്ടോ വൈറ്റ് കളർ. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ തിരിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഒരു ബോ ഷേപ്പാണ് കേട്ടോ അത് കിട്ടുന്നത്. അപ്പോൾ ബോ ആയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ഇട്ടാൽ നമുക്ക് കാണാം. പിന്നെ ഞാൻ ചെയ്തത് വലിയ ബീഡ്സ് എടുത്തിട്ടാണുള്ളത്, ഗോൾഡൻ കളർ കേട്ടോ. ഇത് 8 mm അങ്ങനെ എന്തോനാണ് കേട്ടോ ഈ ബീഡ്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് ഇതിനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ ഞാൻ നിങ്ങൾക്ക് വയ്യ പറഞ്ഞു തരാം. ഈ ബീഡ് വാങ്ങുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോംബോ പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ കാണാൻ നല്ല അടിപൊളി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പം എന്നിട്ടിട്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പോത്തിന് കാണിച്ചു ഞാൻ കിടക്കിൽ കാണിച്ചു. കടക്കല്ലേ ഈ ബീഡില്ലേ ഇതായി അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ബീഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ അടുത്ത് കണ്ടില്ലേ, അത് മറ്റേ ഗോൾഡാണ് ആദ്യം ചെയ്യുന്നതിനെക്കാളും മുമ്പേ ഉള്ളത് കേട്ടോ. ഇപ്പുറത്ത് ആ ബ്രേസ്ലെറ്റ് ഞാൻ ചെയ്തിട്ട് അന്ന് മോളിട്ട് അപ്പോൾ രാത്രിയായി പിന്നെ ആകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കളർ തീർത്തും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബീഡ്സ് വാങ്ങുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേങ്കിൽ എന്താക്കണം ആ ബീഡ്സ് വാങ്ങുമ്പോൾ അത് ചെറുതുകൊണ്ട് വലുതും എല്ലാം നമുക്ക് എന്താക്കാം കിട്ടുന്നുണ്ട് ഇപ്പോൾ. പക്ഷേങ്കിൽ അത് വാങ്ങുമ്പോൾ വാങ്ങുന്ന ആൾക്കാർ കുറേ വാങ്ങാണ്ട് കുറച്ച് വാങ്ങിയിട്ട് എന്താക്കും ഒന്ന് നോക്കിയൊക്കെ പോകുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് തരുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓലിക്കും അറിയത്തില്ലായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ വാങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ആദ്യം. പക്ഷേങ്കിൽ ഒറ്റൊരു ദിവസം കൊണ്ടാണ് അതിൻ്റെ കളർ ഫുൾ എന്താക്കിയത് ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, അതിന് ഒരു മാല ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ കസിന് വേണ്ടിയിട്ട് ഞാനൊരു മാല ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബീഡ് വെച്ചിട്ടാ നമ്മളെ പേരെല്ലാം കുത്തിയിട്ടുള്ള. അതും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബീഡ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നല്ലോട്
നിങ്ങളെ കളർ പോകാൻ സാധ്യതയുണ്ട് സംശയം, അതുകൊണ്ട് വേണോ വേണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിലെ വെച്ചോളി, ഒന്ന് പരീക്ഷണം നമ്മളെ അടുത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓല സമ്മതത്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഓല്. പക്ഷേങ്കിൽ ഈ ഗോൾഡ് എന്തായിക്കുള്ള ഈ 3 സൈസ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും 3 4 എത്ര സൈസാണെന്ന് അറിയത്തില്ല, വാങ്ങുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. കുറേ വാങ്ങാണ്ട് കുറച്ച് വാങ്ങി നോക്കുക, അങ്ങനെ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മോളെടുത്തേക്കുന്ന പണിയാണ് കേട്ടോ. എല്ലാ ബീഡ്സുകളും ഇതാ ആരേൻ്റെ ഉണ്ട് അപ്പുറത്ത് ഫുള്ള് ചാടി വെച്ചിക്ക് എടുത്ത് ചാടുന്നുണ്ട്, എല്ലാ കളിയും കളിക്കുന്നു. ഇതാ അവസ്ഥ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എല്ലാം ഇടുമ്പോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് എനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും കമൻറ്റും